नमस्ते सभी को आज की वीडियो में स्वागत है। आज हम हमारा पाठ्यपुस्तक वसंत का तीसरा पाठ नादान दोस्त के प्रश्नोत्तर का विश्लेषण करने जा रहे हैं। पहला प्रश्न, अंडों के बारे में केशव और श्यामा के मन में किस तरह के सवाल उठते थे? वे आपस ही में सवाल जवाब करके अपने दिल को तसल्ली क्यों दे दिया करते थे? മുട്ടകളെ കുറിച്ച് കേശവൻ്റെയും ശ്യാമയുടെയും മനസ്സിൽ എത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ അവർ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞു അവരുടെ മനസ്സിനെ ആശ്വസിപ്പിച്ചിരുന്നത് എന്തുകൊണ്ട്? उत्तर सुनिए। अंडों के बारे में केशव और श्यामा के मन में ये सवाल उठते थे कि अंडे कैसे हैं, कितने बड़े हैं, किस रंग के हैं, कितने हैं, उनमें से बच्चे कैसे निकलेंगे, बच्चों के पर कैसे निकलेंगे, घोंसला कैसा है ഇത്യാദി. ആ മുട്ടകളെക്കുറിച്ച് കേശവൻ്റെയും ശ്യാമയുടെയും മനസ്സിലുണ്ടായ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മുട്ട എങ്ങനെയാണ് ഇരിക്കുന്നത്, എത്രമാത്രം വലുതാണ്, എന്ത് കളറാണ്, എത്ര മുട്ടകളുണ്ട്, അതിൽ നിന്ന് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്, ആ കുഞ്ഞുങ്ങളുടെ ചിറക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അവരുടെ കൂടെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ചോദ്യങ്ങളൊക്കെയാണ് അവരുടെ മനസ്സിൽ ഉണ്ടായത്. ലേക്കിൻ ഉൻകെ സവാലോं का जवाब देने के लिए कोई नहीं था. എന്നാൽ അവരുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അമ്മ और ബാപ്പുജി को फुर्सत नहीं थी. അമ്മയ്ക്കും ബാപ്പുജിക്കും സമയം ഉണ്ടായിരുന്നില്ല, ഫ്രീ ടൈം ഉണ്ടായിരുന്നില്ല. इसलिए वे आपस में सवाल जवाब करके अपने मन को तसल्ली दे दिया करते थे. അതുകൊണ്ട് തന്നെ അവർ പരസ്പരം ചോദ്യങ്ങളും ഉത്തരങ്ങളും പറഞ്ഞ് അവരുടെ മനസ്സിനെ ആശ്വസിപ്പിച്ചിരുന്നു. दूसरा प्रश्न, केशव ने श्यामा से चिथड़े, टोकरी और दाना पानी मंगाकर कार्निस पर क्यों रखे थे? കേശവൻ ശ്യാമയിൽ നിന്ന് പഴയ തുണിയും ബാസ്ക്കറ്റും അതുപോലെ ദാനാപാനിയും മേടിച്ച് കാർണിസിൽ എന്തിനാണ് വെച്ചത്? उत्तर सुनिए। चिड़िया के अंडे घोंसले में नहीं, कार्निस पर कुछ तिनकों पर रखे हुए थे. ആ കിളികളുടെ മുട്ട കൂട്ടിലൊന്നും ആയിരുന്നില്ല, ആ കാർണിസിൽ കുറച്ച് ഉണക്കപ്പല്ലുകളുടെ മുകളിലാണ് കിടന്നിരുന്നത്. കേശവനെ श्यामा से चिथड़े मंगाकर उनकी गद्दी बनाई और अंडों के नीचे रख दिया. കേശവൻ ശ്യാമയിൽ നിന്ന് പഴയ തുണി വാങ്ങിച്ച് അതുകൊണ്ടൊരു ഗദ്ദി കുഷ്യൻ ഉണ്ടാക്കിയിട്ട് ആ മുട്ടകളുടെ അടിയിൽ വെച്ചു. ആ കുഷ്യനയിൽ മുട്ട എടുത്തു വെച്ചു. उसने टोकरी को टहनी से टिकाकर अंडों के ऊपर छाया कर दी. ആ ബാസ്ക്കറ്റിനെ ഒരു കമ്പ് വെച്ച് ടിക്കാക്കർ കെട്ടിയിട്ട് അണ്ടോ കെ ഊപ്പർ ഛായ കർത്തി, ആ മുട്ടകളുടെ മുകളിൽ തണൽ കൊടുത്തു. चिड़ियों के खाने पीने के लिए दाना पानी मांग कर कार्निस पर रख दिया. ആ പക്ഷികൾക്ക് തിന്നാനും കുടിക്കാനുമായിട്ട് ധാന്യങ്ങളും വെള്ളവും മേടിച്ച് കാർണിസിൽ വെച്ചു. तीसरा प्रश्न, केशव और श्यामा ने चिड़िया के अंडों की रक्षा की या नादानी? കേശവനും ശ്യാമയും കൂടി ആ മുട്ടകളെ സംരക്ഷിച്ചോ അതോ അജ്ഞത പ്രവർത്തിച്ചോ? केशव और श्यामा ने चिड़िया के अंडों की रक्षा करने की नादानी की. കേശവനും ശ്യാമയും കൂടി ആ മുട്ടകളെ, പക്ഷിയുടെ മുട്ടകളെ രക്ഷിക്കുക എന്നുള്ള ഒരു അജ്ഞതയാണ് പ്രവർത്തിച്ചത്, നിഷ്കളങ്കമായൊരു പ്രവൃത്തിയാണ് ചെയ്തത്. ചിടിയ अपने अंडों की रक्षा स्वयं कर सकती थी. പക്ഷി തൻ്റെ മുട്ടകൾ സ്വയം സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു. उसने സുരക്ഷിത സ്ഥാൻ സമച്ച് കർ കാർണിസ് പർ അണ്ടേ ദിയേ ഥേ. അവർ ആ പക്ഷികൾ സുരക്ഷിതമായ സ്ഥാനം ആണ് എന്ന് കരുതിയാണ് ആ കാർണിസിൻ്റെ മുകളിൽ മുട്ടകളിട്ടത്. മുട്ടകൾ താഴെയിട്ട് പൊട്ടിച്ചിട്ട് പറന്നുപോയത്. चौथा प्रश्न, श्यामा को भैया पर तरस क्यों नहीं आया?
ശ്യാമയ്ക്ക് എന്തുകൊണ്ടാണ് സഹോദരനോട് അല്പം പോലും ദയ തോന്നാതിരുന്നത്? ഉത്തർ സുനിയെ. श्यामा ने सोचा कि भैया की गलती के कारण ही अंडे गिरकर टूट गए हैं. ശ്യാമ ചിന്തിച്ചു, സഹോദരൻ്റെ തെറ്റുകൊണ്ടാണ് മുട്ടകൾ താഴെ വീണ് പൊട്ടിപ്പോയതെന്ന്. ഇസ്ലിയെ ശ്യാമക്കോ കേശവ് പർ തരസ് നഹിമായ. അതുകൊണ്ടാണ് ശ്യാമയ്ക്ക് കേശവനോട് അല്പം പോലും ദയ തോന്നാതിരുന്നത്. പാഞ്ചുവാം പ്രശ്ന. ശ്യാമ ने क्या सोचकर माँ से केशव की शिकायत की. ശ്യാമ എന്ത് ചിന്തിച്ചിട്ടാണ് അമ്മയോട് കേശവനെതിരെ പരാതി പറഞ്ഞത്? ശ്യാമാനെ സോച്ചാക്കി കേശവ് കോ ഉസ്കി ഗൽത്തി കി സസ മിൽനി ചാഹിയേ. ശ്യാമ ചിന്തിച്ചു, കേശവന് തൻ്റെ തെറ്റിനുള്ള പണിഷ്മെൻറ്റ് കിട്ടണം, ശിക്ഷ കിട്ടണം എന്നവൾ വിചാരിച്ചു. ഇസ്ലിയെ ഉസ്നെ അമ്മാസെ ശിക്കായത് കി. അതുകൊണ്ടാണ് അവൾ അമ്മയോട് പരാതി പറഞ്ഞത്. ഈ പ്രശ്നം ബച്ചോं के मन में क्या जिज्ञासा थी. കുട്ടികളുടെ മനസ്സിൽ എന്ത് ജിജ്ഞാസയാണ് ഉണ്ടായിരുന്നത്? എന്ത് അറിയുവാനുള്ള ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്? बच्चों के मन में जिज्ञासा यह थी कि अंडों से बच्चे निकले या नहीं. കുട്ടികളുടെ മനസ്സിലുള്ള ജിജ്ഞാസ ഇതായിരുന്നു, ആ മുട്ടകളിൽ വിരിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വന്നോ ഇല്ലയോ എന്നതായിരുന്നു അവരുടെ മനസ്സിലെ സംശയങ്ങൾ. सातवां प्रश्न. अंडों की हिफाजत के लिए केशव और श्यामा ने क्या क्या प्रयास किए. മുട്ട സംരക്ഷിക്കാനായിട്ട് കേശവനും ശ്യാമയും എന്തെല്ലാം പ്രയത്നങ്ങളാണ് ചെയ്തത്? अंडों की हिफाजत के लिए केशव और श्यामा ने अंडों के नीचे कपड़े की गद्दी बिछा दिया. മുട്ടകളെ സംരക്ഷിക്കാൻ വേണ്ടി കേശവനും ശ്യാമയും കൂടി മുട്ടയുടെ അടിയിൽ തുണി കൊണ്ടുള്ള ഗദ്ദി വിരിച്ചു കൊടുത്തു. ടോക്കരി കോ ടഹനി സെ ടിക്കാക്കർ അണ്ടോം കെ ഊപ്പർ ഛായ ദേ ദിയ. ആ ബാസ്ക്കറ്റ് കമ്പും കൂടി ചേർത്ത് കെട്ടി മുട്ടയ്ക്ക് മുകളിൽ തണൽ കൊടുത്തു. വേ ചിടിയോം കോ ഖാനെ പീനെ കെ ലിയെ കാർണിഷ് പർ ദാന പാനി രഖ് ദിയ. അവർ പക്ഷികൾക്ക് തിന്നാനും കുടിക്കാനുമായി കാർണിസിൻ്റെ മുകളിൽ ധാന്യങ്ങളും വെള്ളവും കൊണ്ടുവച്ചു. ആठवां പ്രശ്ന. കേശവ് കിസ് ബാത്ത് സെ അൻജാൻ ധ. കേശവന് എന്ത് കാര്യമാണ് അറിവില്ലാതിരുന്നത്? ഉത്തർ സുനിയെ. കേശവ് ഇസ് ബാത്ത് സെ അൻജാൻ ധ കി ചിടിയാ കെ അണ്ടേ ഝൂനെ സെ ഗന്ദേ ഹോ ജാത്തെ ഹേ. കേശവന് ഇക്കാര്യമാണ് അറിവില്ലാതിരുന്നത്. എന്തെന്നാൽ പക്ഷികളുടെ മുട്ട തൊട്ട് കഴിഞ്ഞാൽ അത് ചീത്തയാകും. ചിടിയ ഗന്ദേ അണ്ടോം കോ ഫിർ നഹീം സേത്തി ഹേ. ചീത്തയായ മുട്ടകളെ പക്ഷികൾ പിന്നെ അടയിരുന്ന് വിരിയിക്കില്ല. ഇസ് തര അണ്ടേ നഷ്ട ഹോ ജാത്തെ ഹേ. അങ്ങനെ മുട്ടകൾ നഷ്ടമാകും. യദി കേശവ് കോ യഹ് ബാത് പതാ ഹോത്തി തോ വഹ് അണ്ടോം കി രക്ഷാ കർനെ കാ പ്രയാസ് ഹി നഹീം കർത്ത. കേശവന് ഇക്കാര്യം അറിയാമായിരുന്നെങ്കിൽ കേശവൻ മുട്ട സംരക്ഷിക്കാനേ ശ്രമിക്കില്ലായിരുന്നു. മുട്ട സംരക്ഷിക്കാനായിട്ട് ഒന്നും തന്നെ ചെയ്യില്ലായിരുന്നു. നവാം പ്രശ്ന. കേശവ് കോ കിസ് ബാത്ത് കാ അവസാസ് ഹോത്താ രഹ. കേശവ് ഏത് കാര്യത്തിലാണ് പശ്ചാത്തപിച്ചുകൊണ്ടിരുന്നത്? കേശവനെ അണ്ടോം കി സുരക്ഷാ കെ ലിയെ ബഹുത് മേഹനത്ത് കീ ഥി. കേശവൻ മുട്ട സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തു. ലേക്കിൻ യേ സബ് ബാത്തേം അണ്ടോം കാ സർവനാശ് കാ കാരൺ ബൻ ഗയ. എന്നാൽ ആ കാര്യങ്ങളെല്ലാം തന്നെ ആ മുട്ടകളുടെ സർവനാശത്തിന് കാരണമായി തീർന്നു. ചിടിയ അണ്ടോം കോ ഗിരാക്കർ ഉഡ് ഗയി. പക്ഷി ആ മുട്ടകൾ താഴെയിട്ട് പൊട്ടിച്ചിട്ട് താഴെയിട്ടിട്ട് പറന്നുപോയി. കേശവ് അപ്പനി ഇസ് ഗൽത്തി പർ കയി ദിനോം തക്ക് അഫസോസ് ഹോത്താ രഹ. കേശവൻ തൻ്റെ ഈ തെറ്റിനെ ഓർത്താണ് ദിവസങ്ങളോളം പശ്ചാത്തപിച്ചു കൊണ്ടിരുന്നത്. 10वां प्रश्न. प्रेमचंद ने इस कहानी का शीर्षक नादान दोस्त क्यों रखा. പ്രേംചന്ദ് എന്തുകൊണ്ടാണ് ഈ കഥയ്ക്ക് നാദാൻ ദോസ്ത് എന്ന് പേരിട്ടത്? നാദാൻ ദോസ്ത് കാ അർത്ഥ ഹേ നാ സമജ് സാഥി.
നാദാൻ ദോസ്ത് എന്നതിൻ്റെ അർത്ഥം അറിവില്ലാത്ത കൂട്ടുകാർ എന്നാണ്. केशव और श्यामा चिड़िया के ऐसे ही ना समझ साथी थे जिनकी गलती के कारण चिड़िया के अंडे नष्ट हो गए. കേശവനും ശ്യാമയും ആ പക്ഷികളുടെ രണ്ട് നാ സമച്ച് സുഹൃത്തുക്കളായിരുന്നു. അവരുടെ അറിവില്ലായ്മ കൊണ്ട്, അവരുടെ തെറ്റ് കാരണം കൊണ്ട് ആ പക്ഷിക്ക് അവരുടെ മുട്ടകൾ നഷ്ടമായി. ചിടിയാക്കോ अपना बसारा छोड़कर जाना पड़ा. പക്ഷികൾക്ക് അവരുടെ വാസസ്ഥലം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. अंडों की रक्षा करने के प्रयास में उनके द्वारा की गई नादानी ने उनके नादान दोस्तों को परेशानी में डाल दिया. മുട്ടകൾ രക്ഷിക്കാനായിട്ട് ഇവർ ചെയ്ത എല്ലാ പ്രവൃത്തികളും ഉണ്ടാക്കി രക്ഷാ കർണേക്ക് പ്രയാസ്മേ മുട്ടകളെ സംരക്ഷിക്കാനുള്ള പ്രയത്നത്തിൽ ഉൽക്കെ ദ്വാര കീ ഗയി നാദാനി അവർ മുഖേന ചെയ്ത എല്ലാതരം അജ്ഞതയും ഉൽക്കെ നാദാൻ ദോസ്തോങ്കോ പരേശാനി മേണ്ടാൽ ദിയ അവരുടെ അജ്ഞരായ ആ അറിവില്ലാത്ത ആ കൂട്ടുകാരെ വളരെ കഷ്ടപ്പാടിലാക്കി. ആ പക്ഷികൾക്ക് അവിടെ നിന്ന് ആ മുട്ട തട്ടി താഴെയിട്ട് പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് കൂട് ഉപേക്ഷിച്ച് അവരുടെ വാസസ്ഥലം ഉപേക്ഷിച്ച് തന്നെ പോകേണ്ടി വന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അയച്ചു തരിക. ധന്യവാദ്.